بسم الله الرحمن الرحيم والضحى والليل إذا سجى. ഈ ദുഹ എന്നത് രണ്ട് ലൈലിന്റെ ഇടയിൽ വന്ന പദമാണ്. ദുഹാന്റെ മുമ്പുള്ള സൂറത്താണ് വല്ലൈലി ഇദാ യഗ്ഷ, സൂറത്തുൽ ലൈലാണ്. വദ്ദുഹ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് വല്ലൈലിനാണ്. വദ്ദുഹ വല്ലൈലി ഇദാ സജ. രണ്ട് ഇരുട്ടിന്റെ ഇടയിൽ ഒരു വെളിച്ചം, രണ്ട് ഇരുട്ടിന്റെ ഇടയിൽ ഒരു വെളിച്ചം. അപ്പൊ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇത് ഈ രണ്ട് ലൈലും ഒരു ദുആയും മൂന്ന് കാലങ്ങളിലേക്ക് സൂചനയാണ്. മൂന്ന് കാലങ്ങളിലേക്ക് സൂചന. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കടന്നു വരുന്ന മുമ്പത്തെ ഒരു കാലം. സാധാരണ നാം പറയാറുണ്ട് ഡാർക്ക് ഏജ് യുഗം, ഇരുണ്ട കാലം. ഇരുണ്ട കാലം, ഇസ്ലാമീയത്തില്ലാത്ത ഒരു കാലം. അതാണ് വല്ലൈലി, ആദ്യത്തെ ദുആന്റെ മുമ്പത്തെ സൂറത്ത് കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് വല്ലൈൽ. ഇനിയിപ്പോ വദ്ദുഹ കഴിഞ്ഞിട്ട് പിന്നെയും വല്ലൈലാണ്. ഈ രണ്ടാമത് പറയുന്ന ലൈൽ ഇനി വരുന്ന, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തീങ്ങളുടെ അവസാനത്തെ കാലഘട്ടത്തെ കുറിച്ചുള്ള സൂചനയാണ്. അക്കാലവും ഇരുണ്ട കാലമായിരിക്കും. അതായത് നമ്മുടെ ഇപ്പത്തെ ഈ കാലാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ തുബാ ലിൽ ഗുറബാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങിയത് ഒരു ഗരീബായിട്ടാണ്. ഒരു ഗരീബാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശി എന്ന് പറയും. ഗരീബ് വിദേശി എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മളിപ്പോ നിസ്കരിക്കാണ്, നമ്മുടെ മുദ്രാം പള്ളിയിൽ നിസ്കരിക്കുമ്പോ എല്ലാവരും നാട്ടുകാരൻ, അതിൻ്റെ ഇടയിൽ പുതിയ ഒരാൾ, ഏതോ പുറം നാട്ടുകാരൻ നമ്മുടെ പള്ളിയിൽ നിസ്കാരത്തിൽ കാണുന്നുണ്ടെങ്കിൽ സലാം വീഡിയോ പാടും, ഞാനടക്കം നിങ്ങളെല്ലാവരും അയാളുടെ മുഖത്തിന് നോക്കും, ഇതായാലും പുതിയൊരു മനുഷ്യൻ, പുതിയൊരു മനുഷ്യനാരും പോയി. ഇങ്ങനെ നാട്ടിൽ കുറെ ആളുകൾ, നാട്ടുകാരൊക്കെ നടക്കുമ്പോ പുതുമുഖമായിട്ട് ഒരാൾ കണ്ടാൽ എല്ലാവരും അയാളെ നോക്കും. അതുപോലെ ആയിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലം. ഒരാൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരാൾ തൗഹീദിന്റെ ആളായി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അയാളെ ഇങ്ങനെ നോക്കലാണ്. അയാളിങ്ങനെ നോക്കലാണ്. നോക്കല് മാത്രമല്ല, അയാളെ ഒറ്റപ്പെടുത്തും, അയാളെ ബഹിഷ്കരിക്കും, അയാളെ പട്ടിണിയിലാക്കാൻ വേണ്ടി ശ്രമിക്കും, അയാളെ ബുദ്ധിമുട്ടാക്കും, അയാളെ ആക്രമിക്കാൻ വേണ്ടി നോക്കും. ഇതാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്തിന്റെ അവസ്ഥാനായിരുന്നു. ഒരാൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ബഹിഷ്കാരമാണ്. അയാളോട് ആരും കൊണ്ടുവരാ, അയാളുമായിട്ട് ആരും കച്ചവടം നടത്തൂല, അയാളുമായിട്ടുള്ള കുടുംബബന്ധം അതോടുകൂടി നിർത്തും. ആ രൂപത്തിലുള്ള ഒരവസ്ഥയായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലം. അതായത് ഡാർക്ക് ഏജ് യുഗം എന്ന് പറയും. പിന്നെ ഒരു കൾച്ചറിന്റെ ഒരു കാലം വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലം, അത് വെളിച്ചത്തിന്റെ കാലമായിരുന്നു. ആ ഇരുട്ടെല്ലാം പോയി, നല്ല വെളിച്ച. ഇസ്ലാം എന്ന് പറഞ്ഞ പിന്നെ അവർക്ക് അഭിമാനമായി. കുടുംബം അത് പോയാൽ പോട്ടെ, എനിക്ക് മുസ്ലിമാവണം. കച്ചവടം നഷ്ടപ്പെട്ടാൽ പോകട്ടെ, എനിക്കൊരു തൗഹീദിന്റെ ആളാകണം. ഇസ്സത്തോടെ, അഭിമാനത്തോടെ ഒരു കൾച്ചറിന്റെ ഒരു കാലം പിന്നെ വന്നു. പിന്നെ പിന്നെ ഒരു കാലം, അതായത് നമ്മുടെ ഇപ്പത്തെ ഈ കാലം. ഇത് പണ്ടത്തെ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ പോലെ ഒരു കാലം അങ്ങനെ. ഇപ്പൊ ഒരു കല്യാണ സദസ്സിന് പോയി, ആൾ ഒരു 10-25 ആള് കൂടിയിട്ട്, ആ 25 ആള് കൂടിയ സ്ഥലത്തിൽ ഒരാള് നല്ല റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പറ്റി പാടിച്ചുകൊണ്ട് ഒരാൾ മാത്രം ഇങ്ങനെ തൊപ്പി വെച്ച് ആ സദസ്സിൽ വന്നാൽ
24 ആളും അയാളെ തല നോക്കില്ല. ഇപ്പൊ ഒരു പുതിയ ഇസ്ലാമിന്നു അല്ലേ? അന്നത്തെ കാലം 24 ആളെ തലയിൽ തൊപ്പിയൊന്നുമില്ല. 24 ആളുകളും മുസ്ലിമാണ്. 25ാമത്തെ ഒരാൾ കടന്നു വന്നു. അയാൾ വരുമ്പോ അയാളെ തലയിൽ നല്ല തൊപ്പിയുണ്ട്, താടിയുണ്ട്, നല്ല ആ വസ്ത്രം ധരിച്ചിട്ടാണ് അയാൾ 24 ആളുകളുടെ ഇടയിൽ വന്നതെങ്കിൽ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ പോലെ ഇടമാണ്. ഓവരൊരു മുസ്ലിമായിപ്പോ ഓന്റെ തലയിലൊരു തൊപ്പി. കുറെ ആളുകൾ അങ്ങാടിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോ 10 ആളുകളുടെ ഇടയിൽ വാക്ക് കേൾക്കുമ്പോ ഒരാളനുസരിച്ച് ഞാൻ പള്ളിക്ക് പോയി വരാൻ ഇറങ്ങിയാൽ എല്ലാരും ഓഹനല്ല. ഇപ്പൊ ഒരു മുസ്ലിം, എല്ലാരും മുസ്ലിങ്ങൾ തന്നെ, എല്ലാരും മുസ്ലിം. പക്ഷെ എന്തായി? ആദ്യകാലത്തെ പോലെ പണ്ട് കാലത്തൊക്കെയും റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിന് മുമ്പ് പെൺകുട്ടികൾ ജനിച്ചാൽ അവർക്ക് അപമാനമായിരുന്നു. ജനിച്ച ഉടനെ ആ കുഞ്ഞിനെ അവർ ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരു കാലമായിരുന്നു. ഇന്നത്തെ കാലം ഏതാണ്? ജീവനോട് കുഞ്ഞിനെ പുറത്തു വരാൻ പറ്റുന്നില്ല. വയറ്റിന്റെ ഉള്ളിൽ എന്റെ പെണ്ണ് തറഞ്ഞാൽ അതിനില്ലായ്മ ചെയ്യുന്ന ഒരു കാലം. അതിനേക്കാൾ അന്ന് പ്രസവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പ്രസവിച്ചിട്ട് പിന്നെ കൊല്ലുന്ന ഒരവസ്ഥ. എന്നാലല്ല, പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ ഡോക്ടർമാരും അതിനേക്കാൾ വലിയ ഒരു പൈശാചികമായ സ്വഭാവമുള്ള ആളുകളാണ് മിക്കവാറും ആളുകൾ. അല്ലെ? നമ്മുടെ നാട്ടിലെ ഭയങ്കരമായ കുറ്റമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആണാണോ പെണ്ണാണോ പ്രസവത്തിന് മുമ്പ് തന്നെ അതിനെ നോക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിൽ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പൈസ കൊടുത്ത് നോക്കിയിട്ട് ഭയങ്കരമായ ഒരു അവസ്ഥയാണ്. ഞാനപ്പോ വീഡിയോ കണ്ട് കർണാടകന്റെ ഒരു ഭാഗത്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ ചാക്കിലാക്കിയിട്ട് ആരുമില്ലാത്ത ഒരു കുന്നിൽ എറിഞ്ഞിട്ട് പോയ ഒരു അവസ്ഥ. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസവിക്കപ്പെട്ട ചെറിയൊരു ചോര പൈതലാണ്. ചാക്കിന്റെ ഉള്ളിൽ ബാഗാണ്. ഒരു മനുഷ്യരുടെ സ്ഥലത്തിലിട്ടാല് അങ്ങനെ ഒരു അബദ്ധത പറയാം. ഇത് മനുഷ്യരൊന്നും ഇല്ലാത്ത ഒരു കുന്നിൽ പോയിട്ട് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ആളുകൾ പോയി നോക്കുമ്പോ 2-3 ചാക്കിന്റെ ഉള്ളിലാക്കിയിട്ട് ചെറിയൊരു ചോര പെയ്യുന്നു. ആരടത്തി അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറച്ച് സഹാബത്തും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഒരു സ്വഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചു പറഞ്ഞു, ഓ നബിയേ ഈ സ്ഥലത്തിലാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. സ്വഹാബത്തിന്റെ ഹബീബായ നിങ്ങൾക്ക് വലിയ അത്ഭുതമായി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ല ഈ സ്ഥലത്തിൽ എന്താണ് ചോദിക്കുമ്പോ അയാൾ പറഞ്ഞു, നബിയേ ഞാൻ ഇസ്ലാമാവുന്നതിന് മുമ്പ്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്കും എന്റെ ഭാര്യക്കും ഒരു കുട്ടി ഉണ്ടായി നബിയേ. ആ കുട്ടി പെൺകുട്ടിയാ. പക്ഷെ പെൺകുട്ടി അന്നത്തെ കാലത്ത് അപമാനമാണ്. പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആരും പിന്നെ അടുത്തേക്ക് വിളിക്കൂല. പക്ഷെ എനിക്കും എന്റെ ഭാര്യക്കും ആ കുട്ടിയോട് വലിയ സ്നേഹമായിരുന്നു നബിയേ. ആരും അറിയാതെ എന്റെ ഭാര്യ പ്രസവിച്ചത് അറിയിക്കാതെ ആ കുട്ടിയെ സ്നേഹത്തോടെ ഞാനും എന്റെ ഭാര്യയും പോറ്റാൻ തുടങ്ങി നബിയേ. അങ്ങനെ പോറ്റി ആ കുഞ്ഞിങ്ങനെ നടക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി, ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി, ഉപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്റെയും എന്റെ ഭാര്യയുടെയും കൽബിന്റെ ഉള്ളിൽ വലിയ സ്നേഹവും മഹബത്തും ആ കുട്ടിയോട് വന്നു നബിയേ. അങ്ങനെ ആ കുട്ടി കുറച്ച് വലുതായില്ലേ, പ്രസവിച്ച് കുറച്ച് വലുതായി ഉമ്മയോടുകൂടി നടക്കാനുള്ള തുടങ്ങിയപ്പോ ഞാന് നമ്മുടെ നാട്ടിലുള്ള സദ്യകൾ നടക്കുന്ന വീടുകളിൽ സ്നേഹത്തോടെ എന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എന്റെ കയ്യിലുള്ള പെൺകുട്ടിയെ ആളുകൾ കാണാൻ തുടങ്ങിയപ്പോ ആളുകൾ മുഴുവനും എന്നെ വെറുക്കാൻ തുടങ്ങി നബിയേ, ശപിക്കാൻ തുടങ്ങി നബിയേ. പെണ്ണ് കുഞ്ഞുള്ള ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് എന്നെല്ലാവരും നിസ്സാരപ്പെടുത്താൻ തുടങ്ങി. അതോടുകൂടിയിട്ട് എന്റെ കുട്ടിയോട് എന്റെ മനസ്സിൽ ചെറിയ ഒരു അറുപ്പ് പോലെ, ഒരു വെറുപ്പ് പോലെ, പെൺകുട്ടിയാണെന്ന ചെറിയ ഒരു കുറ്റബോധം എന്റെ മനസ്സിലും വരാൻ തുടങ്ങി. അങ്ങനെ യാ റസൂലല്ലാഹ്, ഒരു ദിവസം എന്റെ ഭാര്യയോട് ഞാൻ ഒരു കളവ് പറഞ്ഞു.
എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു സദ്യയുണ്ട്, അതുകൊണ്ട് ഞാനും എന്റെ കുഞ്ഞുമോളും ആ സദ്യക്ക് പോയിട്ട് വരാം. അങ്ങനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്തിനോട് ആ സ്വഹാബി പറയാൻ, അയാൾ ഇസ്ലാമായതിന് ശേഷം പറയാൻ, നബിയേ, അങ്ങനെ എന്റെ കുഞ്ഞുമോള് കയ്യും പിടിച്ച് ഞാനിതാ സദ്യയുടെ പേരും പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. വെളിയെത്തി വന്നിട്ട് നബിയെ, ഈ സ്ഥലമെത്തിയപ്പോ ആരില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ എന്റെ കുട്ടി അവിടെ ഇരുത്തി, എന്നിട്ട് എന്റെ കൈ കൊണ്ട് ഞാനൊരു കുഴി തോണ്ടാൻ തുടങ്ങി നബിയെ. അപ്പൊ അയാൾ പറയാൻ, ആ കുഴി തോണ്ടുന്ന സമയത്ത് ഇങ്ങനെ കാറ്റടിച്ചു വീശുമ്പോ എന്റെ താടികളിലൊക്കെയും താടിയുടെ ഇടയിലൂടെ കടന്നു വരുന്ന പൊടികൾ ആ എന്റെ കുഞ്ഞുമോൾ കുഞ്ഞു കൈ കൊണ്ട് ഇങ്ങനെ നീക്കാൻ തുടങ്ങിയതാണ്. പെണ്ണുമക്കൾക്ക് ഉപ്പമാരോട് മഹബത്ത് കൂടുതലാണ്, സ്നേഹം കൂടുതലാണ്. എന്റെ താടി രോമങ്ങളുടെ ഇടയിൽ കുടുങ്ങിയ പൊടികള് ഉപ്പ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുമോൾ ഇങ്ങനെ നീക്കാൻ തുടങ്ങി. അങ്ങനെ സുബ്ഹാനല്ലാഹ്, വലിയ കുണ്ടും മുഴുവനുമായി കുഴി തോണ്ടിക്കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ആ റഹ്മത്ത് പൊഴിഞ്ഞ കാരുണ്യമുറിഞ്ഞ കൽവിന്റെ ഉടമയായിട്ട് എന്റെ ആ കുഞ്ഞുമോളെ എടുത്തിട്ട് ആ കുണ്ടിലേക്ക് ഞാൻ ഇട്ടു. നബിയെ, ഇടുമ്പോ ആ കുഞ്ഞുമോൾ എന്നെ വിളിക്കുന്നു, യാ ഹബീബ്, യാ ഹബീബ്. ഓ എന്റെ ബാബാ, ഒരിക്കലും എന്റെ മോള് പ്രതീക്ഷിച്ചതല്ല. അത്രയും വലിയ അടുപ്പമാണ്, അത്രയും വലിയ സ്നേഹമാണ്. പക്ഷേ ഈ കുഞ്ഞുമോളെ കൊണ്ട് സമുദായത്തിൽ എനിക്ക് സ്ഥാനമില്ല, ആളുകാരുടെ ഇടയിൽ എനിക്ക് വിലയില്ല. അങ്ങനെ ആ കുണ്ടിൽ വീണപ്പോ സ്വാമി പറയാൻ, നബിയെ, കുണ്ടിൽ വീണിട്ട് കുഞ്ഞിക്കൊന്നും പറ്റിയില്ല നബിയെ. കൊല്ലാൻ വേണ്ടിയിട്ടതാണ്, വലിയ കുണ്ടാണ്. പക്ഷെ ആ കുണ്ടിന്റെ ഉള്ളിലും ആ കുഴിയുടെ ഉള്ളിലും കുഞ്ഞെന്റെ മുഖം നോക്കിയിട്ട് ഉപ്പാ ഉപ്പാ എന്നെ വിളിക്കാൻ തുടങ്ങുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ കൽബ് എന്റെ കൽബിന് എന്ത് സംഭവിച്ചു എനിക്കറിയില്ല, എന്ത് മറയിപ്പാണ് എന്നറിയില്ല, എന്ത് കടുപ്പമാണെന്ന് അറിയില്ല. ദൂരെ നിൽക്കുന്ന വലിയ ഒരു കല്ല് കൊണ്ട് വന്നിട്ട് വാപ്പാ എന്ന് വിളിക്കുന്ന എന്റെ കുഞ്ഞുമോളുടെ തലയുടെ മുകളിൽ ഞാൻ ഇട്ട് എന്റെ മോള് ഞാൻ കൊന്നു നബിയേ. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്, ഹബീബായ തങ്ങൾ കരയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ കുടിച്ച ആ മണ്ണുകൾ, ആ മണലുകൾ ആ കുഞ്ഞിയുടെ തലയുടെ മുകളിലായിട്ട് ഞാനത് മൂടി. നബിയെ, ആ സ്ഥലം ഈ സ്ഥലമാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് ആ മഹാനായ സ്വഹാബി കരയാൻ തുടങ്ങുന്നു. അതാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ കാലം. വല്ലയിൽ യുഗമാണ്, ഇരുണ്ട കാലമാണ്. സുബ്ഹാനല്ലാഹ്, ആ കാലത്തിലേക്ക് സൂചനയാണ് വല്ലയിൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഹബീബായ തങ്ങളുടെ കാലം. പിന്നെ പറഞ്ഞ വല്ലയിൽ നമ്മുടെ ഇക്കാലമാണ്. മുഅ്മിനീങ്ങൾ എല്ലാവരും നല്ല ഒരു കൾച്ചറിന്റെ, ഒരു വെളിച്ചത്തിന്റെ, എല്ലാ രൂപത്തിലുള്ള മാർഗദർശനങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് പകർന്നു കൊടുത്ത ഒരു കാലം പ്രഭയുടെ കാലമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സ്വഹാബത്തിന് കൊടുത്തതുപോലെയുള്ള ഈമാനിന്റെ വെളിച്ചം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചറബേ നീ നൽകണേ അല്ലാഹ്. في السورة إلا إليك والغمام قد أضل يا رسول الله والملأ صلوا عليك يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله صلى الله عليه وسلم.
കബൂലാക്കണേ അല്ലോ. നമ്മുടെ മജ്‌ലിസ് കബൂലാക്കല്ലോ. നമ്മുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ അന്നും ഇന്നും എന്നുമായി ദുആ ചെയ്യുന്നത് തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. പടച്ചോനെ, മുസ്ലിമീങ്ങളായിട്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലോ. നിന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളൊന്ന് ഉൾപ്പെടുത്തണേ റഹ്മാനെ. അത് നീ ഏറ്റെടുക്കണേ അല്ലോ. ഞങ്ങൾ മോഹിതോതുന്നതും ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നതും ഹബീബായ തങ്ങളുടെ മധുര പറയുന്നതും അത് കേൾക്കുന്നതും അതിനു വേണ്ടി ഇരിക്കുന്നതും നിൽക്കുന്നതുമെല്ലാം ഈമാനുള്ളവരായി മരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന വലിയ അമലാക്കി തരണേ അല്ലോ. അമലാക്കി തരണേ റബ്ബേ. ഇതിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈ ഞങ്ങളുമായി ദുആ വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവലാദികളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ നീ കാരണമാക്കി തരണേ അല്ലാ. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. പലരും ഹോസ്പിറ്റലിലാണ്. അതിൽ ചെറിയവരുണ്ട്, വലിയവരുണ്ട്, സാധന്മാരുണ്ട്, സാധാത്യങ്ങളുണ്ട്. അല്ലാ, ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ആഫിയത്ത് നൽകല്ലോ. രോഗങ്ങളെ മാറ്റണേ അല്ലാ. ശിഫ നൽകണേ റബ്ബേ. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഗൾഫിലേക്കുള്ള യാത്ര പുറപ്പെട്ടു പോയി. യാത്രയിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു സഹോദരനാണ്. മുഴുവനും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആഫിയത്ത് നൽകല്ലോ. പടച്ചവനെ, നമ്മുടെ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ, ദീനിന് വേണ്ടി ചോദിക്കുമ്പോ നൽകുന്ന ആളാണ്. ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ ഹദിയ തരുന്നു, സഹായിക്കുന്നു. പടച്ചവനെ, എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. ബറക്കത്ത് എല്ലാവർക്കും ധാരാളമായി നീ ചൊരിയണേ അല്ലാ. റബ്ബേ, പടച്ചവനെ, നമ്മുടെ ദുആ നീ കബൂലാക്കല്ലോ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾ അവർ ഏത് പള്ളിയുടെ പരിസരങ്ങളിലാണെങ്കിൽ അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.